നമസ്കാരം, എല്ലാവർക്കും ഡിവൈൻ റൂട്ടിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ വരുന്ന അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അഭിജിത്ത് നക്ഷത്ര സമയത്ത് ഏതൊരാഗ്രഹമോ പ്രാർത്ഥിച്ചാലും അത് വിജയിക്കും എന്നുള്ളതാണ് വിധി. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഈ ഒരു 24 മിനിറ്റ് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി, അത് നടന്നിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാവും. എന്നാൽ അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴിയും ഭഗവാൻ നമുക്ക് ചുറ്റും കാണിച്ചു തരുന്നുമുണ്ട്. അതിലൊന്നാണ് അഭിജിത്ത് നക്ഷത്ര സമയം. അതായത് എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ വിധി ഇങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കാതെ ശക്തിയാർന്ന 24 മിനിറ്റ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിശ്ചയമായും നടക്കുമെന്നത് ഒരു ഐതിഹ്യം. അഭിജിത്ത് മുഹൂർത്തത്തിനും അഭിജിത്ത് സമയത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് അഭിജിത്ത് സമയം എന്ന് പറയുന്നത് ദിവസവും 11:45 മുതൽ 12:15 വരെയുള്ള ഉച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്ത നേരം വരുന്നത്. എല്ലാവർക്കും 27 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അറിയുക. എന്നാൽ 28ാമതൊരു നക്ഷത്രം കൂടി ഉണ്ട്. അതാണ് അഭിജിത്ത് നക്ഷത്രം. ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയിലുള്ള സൂക്ഷ്മമായ നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനവും തിരുവോണ നക്ഷത്രത്തിൻ്റെ ആദ്യവുമുള്ള ഇടയ്ക്കുള്ള ആ 24 മിനിറ്റ് വരുന്നതാണ് അഭിജിത്ത് സമയം. അഭിജിത്ത് സമയത്തിൽ ചെയ്താൽ വിജയം ലഭിക്കും. അഭിജിത്ത് വിജയം ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ തന്നെയാണ് രുദ്രന്മാരിൽ ശിവനെന്നും പാണ്ഡവരിൽ അർജുനനെന്നും അതുപോലെ നക്ഷത്രങ്ങളിൽ അഭിജിത്ത് നക്ഷത്രം ഭഗവാൻ തന്നെയെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഭിജിത്ത് നക്ഷത്രത്തെ മയിൽപീലികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് കാരണം പറയുന്നത്. ഒരുപാട് നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഈ ഒരു സമയത്ത് ആരും തന്നെ അനാവശ്യമായി ഉപയോഗിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്തിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സമയം കുറിക്കുന്നതിനായി പാണ്ഡവരിൽ പണ്ഡിതനായ സഹദേവൻ്റെ അടുക്കലാണ് ദുര്യോധനൻ ചെല്ലുന്നത്. സഹദേവൻ അഭിജിത്ത് നക്ഷത്രം വരുന്ന ആ ഒരു സമയമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുഹൂർത്തമായി കുറിച്ചു കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ കൗരവർ ജയിക്കും, ജയിച്ചാൽ അനീതി ഉണ്ടാകുമെന്ന് ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി. കൃഷ്ണൻ മേഘങ്ങൾ കൊണ്ട് അഭിജിത്ത് നക്ഷത്രത്തെ മറച്ചു കളഞ്ഞു എന്നാണ് പുരാണ കഥ. അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ മയിൽപ്പീലികൾക്കിടയിൽ ആ നക്ഷത്രത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം. അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് ഫെബ്രുവരി 25-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് പ്രദോഷ സന്ധ്യയിലാണ്. 6:18 തുടങ്ങിയിട്ട് 6:48 വരെയാണ് അഭിജിത്ത് സമയം ഉള്ളത്. ആ 24 മിനിറ്റ് നിങ്ങളുടെ പൂജാമുറിയിൽ 2 മൺചീരാതെടുത്ത് അതിൽ നെയ്യൊഴിച്ച് പഞ്ഞിത്തിരിയിട്ട് ദീപം തെളിയിക്കൂ. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് തുളസിപ്പൂ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വിളക്ക് വെച്ചതിന് ശേഷം 3 പ്രാവശ്യം ഇത് ജപിക്കൂ. അഭിജിത ആഗമാന്തൂതിര അഭിജിത അംബര നക്ഷത്രാനാം നാദതീയ ജ്യോതീനാം നളഗംഗാധര പവതാരണ ശിവസ്യ വിഷ്ണുമേദിനാം ഭവതവലാം ശുദ്ധ പരിപാലയ ശരണാഗത പാഹിമാം. അഭിജിത ആഗമാന്തൂതിര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതീനാം നളഗംഗാധര പവതാരണ ശിവസ്യ വിഷ്ണു മേദിനാം ഭവതവലാം ശുദ്ധ പരിപാലയ ശരണാഗത പാഹിമാം. ഇതൊരു തമിഴ് സ്തുതിയാണ്. ഇതൊരു 3 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 308 തവണ ജപിക്കൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ ഏത് കാര്യമാണ് ആദ്യം നടക്കേണ്ടതെന്ന്. ആ ഒരു കാര്യം മാത്രം വിളക്കിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആരും ആ 24 മിനിറ്റ് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ന്യായമായ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നതും ഒരു വിധിയാണ്. മന്ത്രം നോക്കി ചെല്ലാവുന്നതാണ് കേട്ടോ. അഭിജിത ആഗമാന്തൂതിര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതീനാം നളഗംഗാധര പവതാരണ ശിവസ്യ വിഷ്ണുമേദിനാം ഭവതവലാം ശുദ്ധ പരിപാലയ ശരണാഗത പാഹിമാം. 3 പ്രാവശ്യം ജപിച്ചാൽ മതി. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആരും നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ ഭഗവാനിലോട്ട് അടുത്തിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കൂ. പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകും. അഭിജിത്ത് നക്ഷത്രം വരുന്ന ഓരോ ദിവസത്തിനും പ്രത്യേക ഫലങ്ങളുണ്ട്.
അപ്രകാരം നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വരുന്നതിലൂടെ വീട് വാങ്ങാനും കടബാധ്യത തീരുന്നതിനുമെല്ലാം ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.